മഅ്ദനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് PDP വൈസ് ചെയർമാൻ പൂന്തുറ സിറാജ് പബ്ലിക് കേരളയോട്. അതീവ അപകടകരമായ ആരോഗ്യാവസ്ഥയാണ് അബ്ദുൽ നാസർ മദനി നേരിട്ടുകൊണ്ട് ബാംഗ്ലൂരിൽ കഴിയുന്നത്. എല്ലാ രീതിയിലും പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് അബ്ദുൽ നാസർ മദനി കഴിയുകയാണ്. 10 വർഷക്കാലം കോയമ്പത്തൂർ, രണ്ടാമത് അബ്ദുൽ നാസർ മദനിയെ ബാംഗ്ലൂരിൽ നാട് കടത്തപ്പെട്ടിട്ട് 8 വർഷക്കാലം തികയാൻ പോകുന്നു. അങ്ങനെ 18 വർഷക്കാലം തുല്യതയില്ലാത്ത നീതി നിഷേധത്തിൻ്റെ ബലിയാടായി അബ്ദുൽ നാസർ മദനി അവിടെ കഴിയുകയാണ്. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി 3.5 വർഷക്കാലമായി അബ്ദുൽ നാസർ മദനിക്ക് ജാമ്യം നൽകിയിട്ട് അബ്ദുൽ നാസർ മദനി ഇപ്പോൾ ജാമ്യത്തിൽ ബാംഗ്ലൂരിൽ കഴിയുകയാണ്. പക്ഷേ ബാംഗ്ലൂർ മെട്രോ സിറ്റി വിട്ട് പോകാൻ പാടില്ല എന്നുള്ള ഉപാധി നിലനിൽക്കുന്നത് കാരണം അദ്ദേഹത്തിന് പിറന്ന നാട്ടിൽ പോകാനോ മാതാപിതാക്കളെ കാണുന്നതിനോ അദ്ദേഹം നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുവാനോ കഴിയാതെ, ചികിത്സ പോലും ലഭിക്കാതെ, നിവർന്നൊന്ന് നിൽക്കാനുള്ള ആരോഗ്യാവസ്ഥ പോലും നഷ്ടപ്പെട്ട് 2 കണ്ണുകളുടെയും കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന അവസ്ഥയിൽ അബ്ദുൽ നാസർ മദനി പൂർണ്ണ അന്ധതയിലേക്ക് നീങ്ങുന്ന ഏറ്റവും പരിതാപകരമായ ആരോഗ്യാവസ്ഥയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. അൾസറിലെ ഏറ്റവും മാരകമായ പെപ്റ്റിക് അൾസർ ബാധ മൂലം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. 2 കൈകളും അതിശക്തമായ മരവിപ്പ് കാരണം പരസഹായമില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത ഏറ്റവും വേദനാജനകമായ സാഹചര്യം. ഏറ്റവും ഒടുവിലായി കിഡ്നിയുടെ രോഗം കൂടി ബാധിച്ചതോടുകൂടി ഓരോ ദിവസവും ക്രിയാറ്റിൻ്റെ അളവ് വർദ്ധിച്ച് ശരീരമാസകലം നീര് ബാധിച്ച് വല്ലാത്തൊരവസ്ഥയിൽ കഴിയുകയാണ്. ന്യൂറോ സംബന്ധമായ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മുറിച്ചു മാറ്റപ്പെട്ട അദ്ദേഹത്തിൻ്റെ വലതുകാലിൽ എത്ര തന്നെ ആഞ്ഞിടിച്ചാലും സ്പർശനം അനുഭവപ്പെടാത്ത അവസ്ഥാവിശേഷം. പ്രമേഹത്തിൻ്റെ തോത് അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. BP-യുടെ നിലയും ഗുരുതരമായ അവസ്ഥയിൽ തുടരുകയാണ്. ഹൃദ്രോഗബാധിതൻ കൂടിയായിട്ടുള്ള അബ്ദുൽ നാസർ മദനി അതീവ അപകടകരമായിട്ടുള്ള ആരോഗ്യാവസ്ഥ നേരിട്ടുകൊണ്ടാണ് ബാംഗ്ലൂരിൽ കഴിയുന്നത്. അബ്ദുൽ നാസർ മദനിക്ക് കേരളത്തിലേക്ക് വരുവാനുള്ള സാഹചര്യം കർണാടക ഭരണകൂടം ഒരുക്കണം. അബ്ദുൽ നാസർ മദനിയുടെ ജാമ്യവ്യവസ്ഥ റദ്ദാക്കി കിട്ടുന്നതിനുള്ള നടപടി കർണാടക ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അബ്ദുൽ നാസർ മദനിക്ക് നീതി ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് PDPക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, ആവശ്യപ്പെടുവാനുള്ളത്. അതീവ ഗുരുതരമായ അവസ്ഥയിൽ കഴിയുന്ന അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്നുകൂടി വിനീതമായി അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. കണ്ണുകെട്ടിയ നീതിപീഠമേ, മഅ്ദനി എന്ന പച്ച ജീവന് നേരെ ആ കണ്ണ് എന്നാണ് തുറക്കുക? വിചാരണ പോലും ചെയ്യപ്പെടാതെ ഇരുമ്പഴിക്കുള്ളിൽ തൻ്റെ പുരുഷായുസ് ഹോമിക്കേണ്ടി വന്ന മഅ്ദനിക്ക് വേണ്ടി ഒന്ന് ശബ്ദിക്കാനാവാത്ത മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളെ, ഈ മനുഷ്യാവകാശ ധ്വംസനത്തിന് നിങ്ങളും കൂട്ടുനിൽക്കുകയാണ്. public kerala.in